യഹോവയുടെ അളവുകോലിൽ കോങ്കണ്ണനില്ല, പൂക്കണ്ണനില്ല, അധികാങ്ങനില്ല, പതിമൂക്കനില്ല, വികലാങ്ങനില്ല, ഞൊണ്ടൻ, കുണ്ടൻ ഇവരൊന്നുമില്ല. മല്ലപ്പള്ളി വട്ടശ്ശേരി എന്നൊരു കോങ്കണ്ണൻ യെരുശലേമിൽ ചെന്നപ്പം അവന് പട്ടം കൊടുത്തു. എനിക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് ആയിട്ട് പല വിയോജിപ്പുണ്ട്, പല കാരണങ്ങളാൽ ഉണ്ട്. ഹിസ്റ്റോറിക്കലായിട്ടും എക്ലീസിയാസ്റ്റിക്കലായിട്ടും പല വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ അവരെ നന്ദിയോടെ ഓർത്ത് ഇങ്ങനെ കൈ തൊഴുന്നൊരു സംഭവം ഉണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശുദ്ധനായ വട്ടശ്ശേരി ഗീവറീസ് ദിവനാസ്യോസ് വട്ടശ്ശേരി തിരുമേനിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അയ്യോ, ഒരു കോങ്കണ്ണനെ വിശുദ്ധനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. യഹോവയ്ക്ക് ഇതിപ്പോ അടി കൊടുക്കാറുണ്ടോ? ആ കോങ്കണ്ണനെ വിശുദ്ധനാക്കി പഴയ സെമിനാരിൽ സ്ഥാപിച്ച ആ പഴയ സെമിനാരിൽ ഇരുന്നിട്ടാണ് എം പി ജോർജ് യഹോവയെ സ്തുതിച്ചിയുടെ പാട്ട് എഴുതി. എം പി ജോർജത്തിന് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ യഹോവയ്ക്ക് ഇഷ്ടമില്ല ഈ കോങ്കണ്ണൻ, പൂക്കണ്ണൻ, പൊരിച്ചുണങ്ങൻ, അധികാങ്ങൻ, പതിമൂക്കൻ എടുത്തെറിയ ഈ വട്ടശ്ശേരിയെ. യഹോവയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടശ്ശേരി തോട്ടിപ്പോട്ടെ. എടാ രാജൻ തിരുമേനി, നീ പൊരിച്ചുണങ്ങനല്ലേ? നിന്റെ ലിസ്റ്റിൽ യഹോവ വെട്ടിതല്ലേ നിന്നെ? ആരല്ല ഈ ഭാഗം മുറിച്ച് രാജൻ തിരുമേനിക്ക് ഒന്ന് കൊടുത്തേക്കണം. രൂപീടൊക്കെ ചോദിക്കുന്നു, നിനക്ക് എങ്ങനെയാടാ യഹോവയെ സ്തുതിക്കാൻ പറ്റുന്നത്? രാജൻ തിരുമേനി അറിയത്തില്ലേ? മണ്ണുത്തി രാജൻ തിരുമേനി. നമുക്കറിയാം ഇപ്പൊ ഈ അച്ഛന്മാരൊക്കെ നല്ല സുന്ദരന്മാരായിട്ട് ഈ താടിയൊക്കെ ട്രിം ചെയ്ത് നല്ല കണ്ടാ എന്നാ രസം, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടാവേ എന്ന് തോന്നിപ്പോ. അപ്പൊ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ എന്നെ കണ്ടപ്പോൾ ചില ആളുകൾ ഇതൊക്കെ നല്ല ഭംഗിയാക്കി വെക്കണം, ഇങ്ങനെ ഇതുണ്ട്, ഇത് മുടിയൊക്കെ ഇങ്ങനെ അങ്ങനെ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം, നല്ല ഇങ്ങനെ. ഇതിനകത്തൊരു മർമ്മമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചില അച്ഛന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബോളിവുഡിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് നമ്മളൊന്ന് അന്തിച്ചു. എന്ത് രസമാണ്. കാരണം യഹോവയ്ക്ക് അതാണ് ഇഷ്ടം. യഹോവ പറഞ്ഞിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ അഹ്റോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിക്കാൻ ഒരിക്കലും അടുത്തു വരരുത്. പതിമുക്കൻ, അധികാങ്ങൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ചണ്ടൻ എന്നിങ്ങനെയുള്ളവരും അരുത്. ഓ, മഹാപുരോഹിതനായ അഹ്റോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തനും യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കാൻ അടുത്ത് വരരുത്. അവൻ അംഗഹീനൻ, അവൻ തന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിക്കാൻ അടുത്ത് വരരുത്. ഓ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കണ്ടോ? പൂക്കണ്ണൻ, പൊരിച്ചുണങ്ങൻ, പതിമൂക്കൻ, അധികാങ്ങൻ ഇങ്ങോട്ടൊന്നും പോരരുത്. യഹോവയ്ക്ക് ഇഷ്ടമില്ല. നല്ല ഡീസന്റ് ലുക്കിംഗ്, പൗരോഹിത്യം, കണ്ണുപൊട്ടൻ, ഒറ്റക്കണ്ണൻ, കോങ്കണ്ണൻ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? സുറിയാനി സഭാപിതാക്കന്മാർ പറയുന്നു കൊടുക്കാമെന്നല്ല, കൊടുത്തിരിക്കും. വികലാംഗന് സുറിയാനി സഭ പൗരോഹിത്യം കൊടുക്കും. എന്തിനാ കൊടുക്കുന്നത്? വികലാംഗനോടുള്ള പരിഗണനയ്ക്കല്ല, യഹോവയ്ക്കൊട്ട് റീഡി കൊടുക്കുക. അതിനൊക്കെല്ല വലിയ സൂക്കേട്, ഞങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് ഈ മല്ലപ്പള്ളിയിൽ നിന്നൊരു കോങ്കണ്ണൻ യെരുശലേമിൽ ചെന്നപ്പോ നമ്മുടെ പാത്രിക്കിസ് ബാവ, അബ്ദുള്ള ബാവ അവന് പട്ടം കൊടുത്തത്. മല്ലപ്പള്ളി വട്ടശ്ശേരി എന്നൊരു കോങ്കണ്ണൻ യെരുശലേമിൽ ചെന്നപ്പം അവന് പട്ടം കൊടുത്തു. എനിക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് ആയിട്ട് പല വിയോജിപ്പുണ്ട്, പല കാരണങ്ങളാൽ ഉണ്ട്. ഹിസ്റ്റോറിക്കലായിട്ടും എക്ലീസിയാസ്റ്റിക്കലായിട്ടും പല വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ അവരെ നന്ദിയോടെ ഓർത്ത് ഇങ്ങനെ കൈ തൊഴുന്നൊരു സംഭവം ഉണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശുദ്ധനായ വട്ടശ്ശേരി ഗീവറീസ് ദിവനാസ്യോസ് വട്ടശ്ശേരി തിരുമേനിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അയ്യോ, ഒരു കോങ്കണ്ണനെ വിശുദ്ധനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. യഹോവയ്ക്ക് ഇതിപ്പോ അടി കൊടുക്കാറുണ്ടോ? ആ കോങ്കണ്ണനെ വിശുദ്ധനാക്കി പഴയ സെമിനാരിൽ സ്ഥാപിച്ച ആ പഴയ സെമിനാരിൽ ഇരുന്നിട്ടാണ് എം പി ജോർജ് അച്ഛൻ യഹോവയെ സ്തുതിച്ചിയുടെ പാട്ട് എഴുതിയത്. എം പി ജോർജ് അച്ഛന് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ യഹോവയ്ക്ക് ഇഷ്ടമില്ല ഈ കോങ്കണ്ണൻ, പൂക്കണ്ണൻ, പൊരിച്ചുണങ്ങൻ, അധികാങ്ങൻ, പതിമൂക്കൻ എടുത്തെറിയ ഈ വട്ടശ്ശേരിയെ. യഹോവയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടശ്ശേരി തോട്ടിപ്പോട്ടെ. യഹോവയുടെ അളവുകോലിൽ കോങ്കണ്ണനില്ല, പൂക്കണ്ണനില്ല, അധികാങ്ങനില്ല, പതിമൂക്കനില്ല, വികലാങ്ങനില്ല, ഞൊണ്ടൻ, കുണ്ടൻ ഇവരൊന്നുമില്ല. കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ചണ്ടൻ, പതിമുക്കൻ, അധികാങ്ങൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, ടുണ്ടുടുണ്ടുടുൻ, കുരുടൻ, മുടന്തൻ, പതിമുക്കൻ, അധികാങ്ങൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ചണ്ടൻ. നമ്മുടെ തൃശ്ശൂര് രാജൻ തിരുമേനിയൊക്കെ പൊരിച്ചുണങ്ങനാ. രാജൻ തിരുമേനിയാണ് യഹോവ. എടാ രാജൻ തിരുമേനി, നീ പൊരിച്ചുണങ്ങനല്ലേ? നിന്റെ ലിസ്റ്റിൽ യഹോവ വെട്ടിതല്ലേ നിന്നെ? ആരല്ല ഈ ഭാഗം മുറിച്ച് രാജൻ തിരുമേനിക്ക് ഒന്ന് കൊടുത്തേക്കണം. രൂപീടൊക്കെ ചോദിക്കുന്നു, നിനക്ക് എങ്ങനെയാടാ യഹോവയെ സ്തുതിക്കാൻ പറ്റുന്നത്? രാജൻ തിരുമേനി അറിയത്തില്ലേ? മണ്ണുത്തി രാജൻ തിരുമേനി വായില്ലേ? കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചു ഇങ്ങനെ നീയൊന്നും യോഗ്യനല്ലടാ. യഹോവയോട് യുദ്ധം ചെയ്ത് അവന്റെ മൂക്കിടിച്ച് പരത്തിയ യേശു കർത്താവും അപ്പോസ്തലന്മാരും ആ പാരമ്പര്യമുള്ള സുറിയാനി സഭയും ആ നിലപാടിൽ നിന്നതുകൊണ്ടാണ് നിനക്ക് പട്ടം കിട്ടുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അല്ല യഹോവയുടെ ഗുണവധികാരം കൊണ്ടല്ല. സോ യഹോവ നമ്മുടെ ചാത്തനാണ്. മനസ്സിലായോ?
ചിലർക്കൊക്കെ കുരു പൊട്ടുമെന്ന് ഒരാൾ കമന്റ് എഴുതിയിരിക്കുന്നു. കുരുക്കൾ പൊട്ടാനുള്ളതാണ് മക്കളെ, അത് പൊട്ടേണ്ടതാണ്, അത് പൊട്ടട്ടെ.